മികച്ച സേവനത്തിന് അവാർഡും അംഗീകാരവുമൊക്കെ വാങ്ങിക്കൂട്ടാൻ യുവാക്കൾക്കെതിരെ വ്യാജ മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെ കള്ളക്കേസുകൾ എടുപ്പിക്കുന്നു. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരെ ഉയർന്ന പരാതിയാണിത്. ശരാശരി 12,000 കേസുകൾ ഉണ്ടായിരുന്ന മലപ്പുറത്ത് കഴിഞ്ഞ വർഷം 40,428 കേസുകൾ ഉണ്ടാക്കിയത് കൃത്രിമമായിട്ടായിരുന്നുവെന്നും കേസുകളിലെ ഈ 350%, 350% വർധനവിന്റെ മേനി പറഞ്ഞ് സുജിത് ദാസ് ബാഡ്ജ് ഓഫ് ഓണർ വാങ്ങിയെന്നുമാണ് ഉയർന്നു വരുന്ന ആരോപണം. മലപ്പുറത്തെ ഈ പരാതിയിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് വ്യക്തമല്ല. പക്ഷേ മലപ്പുറത്തെ കേരളത്തിന്റെ ക്രൈം ക്യാപിറ്റലാക്കി മാറ്റാൻ SP സുജിത് ദാസ് ശ്രമിച്ചെന്ന ആരോപണം ഗൗരവമേറിയതാണ്. യുവാക്കൾക്കെതിരെ ആസൂത്രിതമായി കള്ളക്കേസെടുക്കുകയും കൂടുതൽ പേരെ കാപ്പ ചുമത്തി നാടുകടത്താൻ ശ്രമിക്കുകയും ചെയ്തു. സത്യമല്ലേ? ASI ശ്രീകുമാറിന്റെ മരണത്തിൽ പങ്കുണ്ട്. SP-ക്കെതിരെ ഗുരുതര പരാമർശങ്ങളുള്ള ഡയറി നശിപ്പിച്ചു. താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ പങ്കുണ്ട്. 22 പേർ മരിച്ച താനൂർ ബോട്ടപകടത്തിലെ അന്വേഷണം അട്ടിമറിച്ചു. കോട്ടയ്ക്കൽ സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള പണപ്പിരിവ്, SP ഓഫീസ് വളപ്പിലെ മരങ്ങൾ മുറിച്ചു കടത്തി. കുടുംബാംഗങ്ങളുടെ യാത്രയ്ക്ക് മുക്കിന് പോലീസിനെ നിർത്തി സംരക്ഷണം ഏർപ്പെടുത്തി. തട്ടിപ്പുകാരായ വ്യവസായികളുമായി വഴിവിട്ട ബന്ധം. ഇങ്ങനെ പോകുന്നു മലപ്പുറത്തുകാർ നിരത്തുന്ന ഗുരുതരമായ ആരോപണങ്ങൾ. അതുപോലെ എറണാകുളം റൂറൽ ASP ആയിരിക്കെ 6 യുവാക്കളെ കഞ്ചാവ് കേസിൽ കുടുക്കിയതിന് സുജിത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജിയുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായ സംഘത്തിനെതിരെ കഞ്ചാവ് കേസ് കൂടി കെട്ടിവെക്കുകയായിരുന്നുവെന്നും അതിക്രൂരമായി മർദ്ദിച്ചെന്നുമാണ് 1-ാം പ്രതിയുടെ ഭാര്യ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. മലപ്പുറത്തെ താമീർ ജിഫ്രയുടെ കസ്റ്റഡി മരണ കേസിലും സുജിത്ത് ആരോപണ വിധേയനാണ്. മറ്റു പല കേസുകളിൽ പിടികൂടുന്ന മയക്കുമരുന്നുകൾ അവയുടെ കൃത്യമായ അളവ് രേഖയിൽ ഉൾപ്പെടുത്താതെ സൂക്ഷിച്ചു വെച്ച് വൈരാഗ്യം തീർക്കാൻ അടക്കം ദുരുദ്ദേശത്തോടെ വ്യാജ കേസുകൾ ഉണ്ടാക്കുന്നു. ഇത് ഗുരുതരമായ ഒരു ആരോപണമാണ്. പോലീസ് തലപ്പത്ത് ക്രിമിനലുകളും കൊലപാതകികളും വരെ ഉണ്ടെന്ന് PV അൻവർ ഉന്നയിച്ച ആരോപണം സർക്കാരിനെ ആകെ പ്രതിക്കൂട്ടിലാക്കി. സ്വർണ്ണക്കടത്ത്, ആളെ കൊല്ലിക്കൽ എന്നിവയടക്കം ആരോപണങ്ങൾ നേരിടുന്ന ADGP-ക്കെതിരെ കൊല്ലത്തെ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസ് അട്ടിമറിച്ചെന്ന ഗുരുതര ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ 4 പേരുണ്ടെന്ന് ദൃക്സാക്ഷിയായിരുന്ന കുട്ടിയുടെ സഹോദരനും രക്ഷിതാക്കളുമെല്ലാം ആവർത്തിച്ചു പറഞ്ഞിട്ട് 3 പ്രതികളെ ഉള്ളൂ എന്ന നിലപാടിലായിരുന്നു പോലീസ്. ഇപ്പോഴും അത് തന്നെ. തട്ടിക്കൊണ്ടുപോയവരിൽ 2 അങ്കിളുമാരും ഒരു ആന്റിയുമാണ് ഉണ്ടായിരുന്നതെന്ന് പപ്പയോട് പറയണമെന്ന് ആശ്രാമ മൈതാനത്ത് കൊണ്ടുവന്നാക്കിയ ആന്റി പറഞ്ഞതായി കുട്ടി വെളിപ്പെടുത്തിയിരുന്നു. യഥാർത്ഥത്തിൽ 2 ആന്റിമാരും 2 അങ്കിളുമാരുമാണ് ഉണ്ടായിരുന്നതെന്നാണ് കുട്ടിയുടെ മൊഴി. എന്നിട്ടും കൂട്ടുപ്രതികളില്ലെന്നും ആസൂത്രണത്തിനടക്കം ആരുടെയും സഹായമില്ലെന്നുമുള്ള നിലപാടിൽ പോലീസ് ഉറച്ചു നിന്നു. തട്ടിക്കൊണ്ടുപോകാൻ കാരണം കടബാധ്യതയാണെന്ന പോലീസിന്റെ കണ്ടെത്തലും വീട്ടുകാർ അങ്ങ് വിശ്വസിക്കുന്നില്ല, കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയ സ്വാധീനമടക്കം ചിലരെ രക്ഷിക്കാൻ പോലീസ് അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കേസ് പുനരന്വേഷിപ്പിക്കാൻ നിയമവഴി തേടുകയാണ് ആ കുടുംബം. ഇങ്ങനെയുള്ളവരെയാണ് പിണറായി സർക്കാർ സംരക്ഷിക്കുന്നത്. പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ്. എന്തുമാകാമെന്ന ധാരണയാണ് അവർക്കുള്ളത്. മറ്റൊരു സർക്കാരിന്റെ കാലത്തും ഇതുപോലെ പോലീസിനെ കയറൂരി വിട്ടിട്ടില്ല. പോലീസിനെതിരെ ജനരോക്ഷം വർദ്ധിക്കുകയാണ്. എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്നറിയില്ല.